അടുത്ത ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദ റിയാക്ഷൻ തന്നിട്ടുണ്ട് 2a + 4b gives 3c + 4d when 5 moles of a react with 6 moles of b. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, അതായത് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് വൈസ് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. അതായത് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത് അതേ കാര്യങ്ങൾ ഭംഗിയായിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ ഞാൻ ഭംഗിയായിട്ട് എഴുതാനായിട്ട് നോക്കുകയാണ്. അതായത് 2a + 4b ഗീവ്സ് 3c + 4d. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ലാതെ ഇനി രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് 5 മോൾസ് എ എത്ര എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മോൾസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ബി 6 മോൾസും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, അതായത് ക്വസ്റ്റ്യൻ ഇപ്പോൾ മോൾസിലാണ് എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? മോൾസ് കണ്ടുപിടിക്കാം. ഇനി മാസ്സാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷനിലെ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലെല്ലാം തന്നിരിക്കുന്ന മോൾസിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷനിലെ എല്ലാത്തിൻ്റെയും മോൾസ് കണ്ടുപിടിച്ച് വെക്കുകയാണ്. ഇതിൻ്റെ മോൾസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മോൾസാണ്. ഇതിൻ്റെ മോൾസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മോൾസാണ്. ഇതിന് സിക്കാണെങ്കിൽ 3 മോൾ, ഡിക്ക് 4 മോൾ. അതായത് മോൾ എങ്ങനെ കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കിടക്കുന്നതാണ് അതിൻ്റെ മോൾ എന്ന് പറയുന്നത്. എ എത്ര മോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ തൊട്ട് സൈഡിൽ എത്ര കിടക്കുന്നു? 2 കിടക്കുന്നു, 2 മോൾ. ബി 4 മോൾ, സി 3 മോൾ, ഡി 4 മോൾ. അങ്ങനെ മോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനി തന്നിരിക്കുന്നത് 4 ഗ്രാം ഹൈഡ്രജന് എത്ര ഓക്സിജൻ വേണമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ കൊടുക്കുന്നു 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32/4 × 5 ഗ്രാം ഓഫ് ഓക്സിജൻ. ഇതെനിക്ക് ചെയ്യുമ്പം എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോള് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇവിടുത്തെ ഈ ഒരു കെമിക്കൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ഒരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 മോൾ ഓഫ് എ റിയാക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് 4 മോൾ ഓഫ് ബി ആണ്. അതായത് 1 മോൾ ഓഫ് എക്ക് എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4/2 കൊടുക്കാം മോൾസ് ഓഫ് ബി. ഓക്കെ ആണോ? അടുത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം എത്രയാണ്? 5 മോളിന് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. അതായത് 5 മോൾ എക്ക് എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4/2 × 5 മോൾസ് ഓഫ് ബി. അതായത് ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മോൾസ് എന്ന് കിട്ടും. അതായത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മോൾസ് എ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് റിയാക്റ്റ് ചെയ്യണമെങ്കിൽ 10 മോൾസ് ഓഫ് ബി നമുക്ക് വേണം. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, എത്രയേ തന്നിട്ടുള്ളൂ? 6 തന്നിട്ടുള്ളൂ. അതായത് നമുക്ക് 10 മോൾസ് ഓഫ് ബി വേണം എയുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട്. 5 മോൾ ഓഫ് എയുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി 10 മോൾ ഓഫ് ബി വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ 6 മോൾസേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അടുത്ത് ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 64 ഗ്രാം ഓഫ് ഓക്സിജൻ ടു ഗീവ് വാട്ടർ. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പക്ഷേ കെമിക്കൽ റിയാക്ഷൻ നേരത്തെ തന്നിട്ടുള്ളതുപോലെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് വാട്ടർ നമുക്ക് കിട്ടുന്നു. റിയാക്ഷൻ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ H2 + O2 ഗീവ് H2O. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇനി ഒന്ന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിലും 2 എണ്ണം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഓക്സിജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, പക്ഷേ ഇവിടെ 1 എണ്ണമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 എണ്ണം കൊടുക്കുന്നു. പക്ഷേ ഇപ്പം ഹൈഡ്രജൻ ഇൻബാലൻസായി. ഹൈഡ്രജൻ ഇപ്പോൾ 4 എണ്ണം ആയിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ ഒരു 2 കൂടെ കൊടുക്കുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഇക്വേഷൻ ബാലൻസ് ആയിട്ടുണ്ട്. ഇനി അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുന്നു. ഞാൻ റിയാക്ഷൻ എഴുതി. ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ തന്നിട്ടില്ല, പക്ഷേ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാട്ടറാണ്. അടുത്ത് നമ്മൾ എഴുതിയ റിയാക്ഷനെ ഞാൻ ബാലൻസ് ചെയ്തു.
ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുന്നു. ഹൈഡ്രജൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു 4 ഗ്രാം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓക്സിജൻ ഇവിടെ എത്ര എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഏത് രീതിയിലാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എല്ലാം മോൾസിൻ്റെ രീതിയിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാസിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഞാൻ കെമിക്കൽ ഇക്വേഷനിലും എല്ലാത്തിൻ്റെയും മാസ് ഞാൻ കാണാനായിട്ട് പോകുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടും, അതായത് ഒരു ഹൈഡ്രജൻ്റെ മാസം എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. അങ്ങനത്തെ 4 ഹൈഡ്രജനുണ്ട്. അപ്പോൾ എനിക്ക് 4 ഗ്രാം എന്ന് കിട്ടും. ഒരു ഓക്സിജൻ്റെ മാസം എന്ന് പറയുന്നത് 16ആണ്. അങ്ങനത്തെ ഇവിടുത്തെ 2 ഓക്സിജനുണ്ട്. അപ്പോൾ എനിക്കിത് 32 ഗ്രാം എന്ന് കിട്ടും. അതുപോലെ ഹൈഡ്രജൻ 4 ഹൈഡ്രജനുണ്ട്, ഒരു ഓക്സിജനുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 36 ഗ്രാം എന്ന് കിട്ടും. ഇത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് 4 ഹൈഡ്രജനുണ്ട്, അതുകൊണ്ട് 4 × 1 ഹൈഡ്രജൻ്റെ മാസ് 1 എന്നാണ്. പ്ലസ് ഓക്സിജൻ ഒരെണ്ണമാണ്, 1 × 16. ഇത് ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് 36 എന്ന് കിട്ടും. അങ്ങനെയാണ് എനിക്ക് ഈ 36 കിട്ടിയത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുക എന്നതാണ്. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യം ഇതാണ്. അതായത് 4 ഗ്രാം ഓഫ് ഹൈഡ്രജന് 32 ഗ്രാം ഓഫ് ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓഫ് ഹൈഡ്രജനോ 1 ഗ്രാം ഓഫ് ഹൈഡ്രജന് 32/4 ഗ്രാം ഓഫ് ഓക്സിജൻ. ഇത് തമ്മിൽ വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ആണ്. 8 × 5 നമുക്ക് ചെയ്യുമ്പോൾ 8×5 40 ഗ്രാം ഓഫ് ഓക്സിജൻ നമുക്ക് വേണം. 40 ഗ്രാം ഓഫ് ഓക്സിജൻ വേണം. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. അതായത് 4 ഗ്രാം ഹൈഡ്രജന് 40 ഗ്രാം ഓക്സിജൻ മതി. പക്ഷേ ഇപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 64 ഗ്രാം ഇനിയുമുണ്ട്. ഇനിയും ഏകദേശം 20-ൽ കൂടുതൽ ഗ്രാം ഈ ഓക്സിജൻ ഇനി നമ്മുടെ കയ്യിൽ കിടക്കണം. പക്ഷെ ആര് കയ്യിലില്ല? ഹൈഡ്രജൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഹൈഡ്രജനാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻ്റ്. ഇതോടെ ഈ ക്വസ്റ്റ്യനും തീർന്നു. അടുത്ത ക്വസ്റ്റ്യനും ലിമിറ്റിംഗ് റിയേജൻ്റ് ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റിയാക്ഷൻ മിക്സ്ചർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് NH3, അതായത് അമോണിയാണ്. NH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ NH3S കണ്ടെയ്ൻ 250 ഗ്രാം ഓഫ് N2 ഗ്യാസ് ആൻഡ് 50 ഗ്രാം ഓഫ് H2 ഗ്യാസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഇഫ് any and calculated the mass of NH3 ഗ്യാസ് പ്രൊഡ്യൂസർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യനും വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് മുൻപ് പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഏതെന്ന് കണ്ടുപിടിക്കുന്നതിന് പുറമേ എത്ര മാസ് NH3 ഫോം ആകുന്നു എന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. മാത്രമല്ല കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് NH3 ഗ്യാസ് പ്രൊഡ്യൂസർ, ഇതും കൂടെ കണ്ടുപിടിക്കാം. ഇവിടെയും ഈ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്ന കാര്യം N2 + H2 ഗീവ് NH3, അതായത് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് NH3 ഫോം ചെയ്യുന്നു. നൈട്രജൻ + ഹൈഡ്രജൻ ഗീവ് NH3. ഇവിടെയും ബാലൻസ്ഡ് ആണോ എന്ന് നമുക്ക് അടുത്തൊന്ന് നോക്കാം. അതായത് ഇവിടെ 2 നൈട്രജനുണ്ട്, പക്ഷേ ഇവിടെ 1 നൈട്രജനേ ഉള്ളൂ. അപ്പം ഞാനിവിടെ 2 ഇട്ട് കൊടുക്കുന്നു. ഇനി ഹൈഡ്രജനെ ഞാനൊന്ന് നോക്കുന്നു. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ 6 ഉണ്ട്. ഇവിടെ പക്ഷേ 2 എണ്ണേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്ന് ഞാൻ നോക്കുകയാണ്. നൈട്രജൻ 250 ഗ്രാം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല ഹൈഡ്രജൻ എന്ന് പറയുന്നത് 50 ഗ്രാം എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെല്ലാം മാസിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഒരു നൈട്രജൻ്റെ മാസം എന്ന് പറയുന്നത് 14 ഗ്രാമാണ്. ഇവിടെ 2 നൈട്രജൻ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ 28 ഗ്രാം എന്ന് കിട്ടും. ഒരു ഹൈഡ്രജൻ്റെ മാസം എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. അങ്ങനത്തെ ഇവിടെ മൊത്തം 6 ഹൈഡ്രജനുണ്ട്. അപ്പോൾ എനിക്ക് 6 ഗ്രാം എന്ന് കിട്ടും. അതുപോലെ നൈട്രജന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു നൈട്രജൻ്റെ
വാല്യൂ എന്ന് പറയുന്നത് 14 14 ഇൻറ്റു ഇവിടെ അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അതുപോലെ ഹൈഡ്രജൻ ഇവിടെ മൊത്തത്തിൽ 6 എണ്ണം ഉണ്ട്. ഒരു ഹൈഡ്രജൻ്റെ മാസം എന്ന് പറയുന്നത് 1 ഗ്രാമാണ്. അപ്പോൾ ഇത് എനിക്ക് ടോട്ടലി ഇത് ചെയ്യുമ്പോൾ എനിക്ക് 34 ഗ്രാം എന്ന് കിട്ടും. അങ്ങനെ ഇത് 34 കിട്ടി, 34 ഗ്രാം എന്ന് കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൈട്രജനും ഹൈഡ്രജനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം ഇക്വേഷനിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ഞാൻ എടുത്തെഴുതാനായിട്ട് നോക്കുകയാണ്. 28 ഗ്രാം ഓഫ് നൈട്രജന് വേണ്ടത് 6 ഗ്രാം ഓഫ് ഹൈഡ്രജനാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓഫ് നൈട്രജൻ നമുക്ക് നോക്കാം. 6/28 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നൈട്രജൻ എത്രയാണ്? 250 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 250 ഗ്രാം ഓഫ് നൈട്രജന് എത്ര ഹൈഡ്രജൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6/28 ഇൻറ്റു 250 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 53.57 കിട്ടും. അതായത് 53.57 കിട്ടും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അതായത് 250 ഗ്രാം നൈട്രജന് വേണ്ടത് 53.57 പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ആകെ 50 ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 250 ഗ്രാം ഓഫ് നൈട്രജന് വേണ്ടത് 53.57 ഗ്രാം ഓഫ് ഹൈഡ്രജനാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് വെറും 50 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനാണ്. കാര്യം മനസ്സിലായോ? ഇനി പക്ഷേ ഇതോടെ ഇവിടെ ക്വസ്റ്റ്യൻ തീരുന്നില്ല. ഇനി എത്ര മാസ് NH3 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ആരാണോ ലിമിറ്റിംഗ് റിയേജൻറ്റ് അവൻ തീരുമാനിക്കും എത്ര ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. ഇവിടെ ആരാണോ ലിമിറ്റിംഗ് റിയേജൻറ്റ് അവൻ തീരുമാനിക്കും ഇനി എത്ര ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനാണ്. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? അതായത് 6 ഗ്രാം നമുക്ക് അറിയാവുന്ന കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ 34 ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യും. അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. 6 ഗ്രാം ഓഫ് H2 പ്രൊഡ്യൂസ് 34 ഗ്രാം ഓഫ് NH3. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് തന്നിട്ടുള്ള കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് 6 ഗ്രാം ഓഫ് ഹൈഡ്രജൻ 34 ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഞാൻ ഒന്ന് എടുത്തെഴുതി. ഇനി നോക്കേണ്ടത് 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ്. 34/6 ഗ്രാം ഓഫ് NH3. ഇനി നമുക്കറിയാം ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജനാണ് ഇനി തീരുമാനിക്കുന്നത് എത്ര ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യുമെന്ന്. നമ്മുടെ കയ്യിലുള്ള ഹൈഡ്രജൻ്റെ ഗ്രാം എന്ന് പറയുന്നത് 50 ഗ്രാമാണ്. അതുകൊണ്ട് 50 ഗ്രാം ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് എത്രയെന്ന് നോക്കാം. 34 ഗ്രാം 34/6 ഇൻറ്റു 50 ഗ്രാം ഓഫ് NH3. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 83 ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലിമിറ്റിംഗ് റിയേജൻറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലായി. ഇനി ഹൈഡ്രജനാണ് തീരുമാനിക്കുന്നത് എത്ര ഗ്രാം ഓഫ് NH3 ഇനി ഫോം ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് വെച്ചിട്ട് നമ്മൾ 283 ഗ്രാം ഓഫ് NH3 പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു.